നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പട്ടി ഷോ നിർത്തിയിട്ട് പോയി പണിയെടുക്ക സ്ത്രീയെ ആരോഗ്യമന്ത്രി വീണ ജോർജിനിട്ട് പൊട്ടിക്കുന്നു. ഹാരിസ് ഡോക്ടറെ അങ്ങ് തൊലപ്പിച്ചു കളയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വീണ ജോർജും ചിങ്കിടികളും. പക്ഷെ ഒത്തില്ല. തട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന കഥ പൊളിഞ്ഞടങ്ങി. ഇരിക്കുന്നിടത്ത് തീയിടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് മന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലെന്ന് തുറന്നടിച്ച ഹാരിസ് ഡോക്ടറെ കള്ളനാക്കാൻ പ്ലാനിട്ട് ഒടുവിൽ സ്വയം കുടുങ്ങിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഡോക്ടർ ഹാരിസ് മേധാവിയായ യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായി എന്നായിരുന്നു ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഓസിലോസ്കോപ്പ് കാണാതായത് 2 വർഷം മുൻപാണെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരായ ആരോഗ്യമന്ത്രിയുടെ വാദം പാളി. വിഷയം വിവാദമായതോടെ വീണ ജോർജിനെ പഞ്ഞിക്കിടുകയാണ് മലയാളികൾ. സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ വിവാദമായി ഈ സംഭവം മാറുകയാണ്. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കുടുക്കാനുള്ള സർക്കാർ നീക്കമാണിപ്പോൾ നടന്നിരിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള തൊട്ടിത്തരങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെയാണ് മലയാളികൾ കമന്റ് ഇടുന്നത്. തൊട്ടിത്തരം ഇവരുടെ കൂടപ്പിറപ്പാണെന്നാണ് വിമർശനം ശക്തമാകുന്നത്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടി അവരുടെ ജീവിതം നശിപ്പിക്കുക, അവരെ കള്ളനും കൊള്ളക്കാരനുമാക്കി ചിത്രീകരിച്ച് കരിയർ തന്നെ നശിപ്പിക്കുക. ആരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ ബോംബാണ് ഹാരിസ് പൊട്ടിച്ചത്. നമ്പർ 1 ആരോഗ്യ മേഖല എന്ന സർക്കാർ തള്ളിന്റെ മൂട്ടിൽ പൊട്ടിച്ചു. ഇതോടെ CPM ഹാരിസിനെതിരെ കൊല വിളിച്ച് കളത്തിൽ വന്നിരുന്നു. സൈബർ വെട്ടുകിളിക്കൂട്ടം ഹാരിസിനെ വളഞ്ഞിട്ട് കൊത്തിപ്പറിച്ചു. ഇതിനൊന്നും പുല്ലുവില കൊടുക്കാതെ ഹാരിസ് ഡോക്ടർ നിലപാടിലങ്ങ് ഉറച്ചു. പറഞ്ഞത് തള്ളിക്കളയാനും അദ്ദേഹം തയ്യാറായില്ല. അന്നേ ഉറപ്പിച്ചതാണ് ഹാരിസിനെ കുടുക്കാൻ എന്തെങ്കിലും നാറിയ കളി സർക്കാർ പുറത്തെടുക്കുമെന്ന്. വീണ ജോർജ് പക്ഷെ അങ്ങോട്ട് ഒത്തില്ല. മന്ത്രി കൊണ്ടുവന്ന തിരക്കഥയ്ക്ക് കുമിളയുടെ പോലും ആയുസുണ്ടായില്ല. കഥ പൊളിഞ്ഞടുങ്ങി മന്ത്രിയുടെ കരണം പുക ചോടിച്ച് മലയാളി. അടുത്ത കാലത്തായി മന്ത്രി വീണ ജോർജ് കൈവെക്കുന്നിടത്തെല്ലാം 8ന്റെ പണികളാണ് കിട്ടുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചത് വലിയ പ്രതിഷേധത്തിനും പൊട്ടിത്തെറിക്കും വഴിവെച്ചിരുന്നല്ലോ. പിന്നാലെ മന്ത്രിയുടെ നിലപാടുകളും നിന്ന നിൽപ്പിൽ തലകറങ്ങി വീണ് ആശുപത്രിയിലായതുമൊക്കെ മലയാളി ട്രോളുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയാണ് വീണ ജോർജിന് വന്നിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു കൂട്ടർക്കും വെല്ലുവിളിയാണ് ഹാരിസ് ഡോക്ടർ. അതുകൊണ്ട് അദ്ദേഹത്തെ തെറിപ്പിക്കാനുള്ള നീക്കമാണ് ഒരു വഴിക്കൂടെ നടക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തെ വ്യക്തമായി അറിയാവുന്നവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് വീണ ജോർജിന് 8ന്റെ പണിയാണ്. വലിയ പ്രതിഷേധം ഉയർന്നു വന്നാൽ വീണ ജോർജിന് വീണ്ടും ബോധം കെട്ട് ചത്തുപോലെ കിടക്കേണ്ടി വരും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഹാരിസിനെതിരായ പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ജനപ്രതിനിധി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് യൂറോളജി വിഭാഗത്തിനായി വാങ്ങിയ ചില ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാനില്ല എന്ന് സമിതി കണ്ടെത്തിയത്. ഡോക്ടർ ഹാരിസ് മേധാവിയായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഉപകരണങ്ങൾ കാണാതായതെന്നും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വകുപ്പുതല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. 20 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ഓസിലോസ്കോപ്പ് ഉപകരണമാണ് കാണാതായത്. ശശി തരൂർ MP വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതായിരുന്നു ഈ ഉപകരണം. യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കി എന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഡോക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി ഇടിവെട്ടേറ്റിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിന്. വിഷയം കയ്യിൽ നിന്ന് പോയി എന്ന് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന് വ്യക്തമായിട്ടുണ്ട്. ഹാരിസ് വകുപ്പ് മേധാവിയാകുന്നതിന് മുൻപ് കാണാതായ ഉപകരണങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അങ്ങേയറ്റം നെറികേടാണ് എന്ന് മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത്ര വിലപിടിപ്പുള്ള ഒരു ഉപകരണം കാണാതായിട്ട് 2 വർഷത്തോളമായി. ഇപ്പോഴാണോ അവിടുത്തെ സമിതിക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ആരോഗ്യ വകുപ്പിനെ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ആർക്കും എന്തും എടുത്തുകൊണ്ട് പോകാമെന്ന അവസ്ഥയാണോ അപ്പോഴുള്ളതെന്നും കൃത്യമായ പരിശോധനകളൊന്നും അവിടെ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്താറില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു. കൊണ്ടുവന്ന തിരക്കഥ അതേപോലെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും മൂട്ടിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ഇനി വരും ദിവസങ്ങളിൽ മന്ത്രി വീണ ജോർജ് മറുപടി പറയേണ്ടി വരും. എന്തായാലും കപ്പിത്താൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് മൊത്തം ഉത്തരവാദിത്തം വീണ ജോർജിന്റെ തലയിലിട്ട് മുഖ്യമന്ത്രി ഓടി.
ആരോഗ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മെമ്മോ അയക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തത്. മുഴുവൻ കുറ്റവും ഹാരിസിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം. ഡോക്ടറെ ബലിയാടാക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അതിനെ അതിശക്തമായി പ്രതിപക്ഷം എതിർക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഹാരിസ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ആരോഗ്യരംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനു പകരം അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. മറ്റ് ഡോക്ടർമാർ ഇനി വാ തുറക്കരുത് എന്ന മുന്നറിയിപ്പാണ് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ₹1 അഴിമതി നടത്താത്ത ഡോക്ടറെ മോഷണക്കേസിൽ പ്രതിയാക്കാനാണ് ശ്രമം. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതായാൽ ഡോക്ടർ കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്കായി രോഗിക്ക് പുറത്തുനിന്ന് നൂലും സൂചിയും വാങ്ങേണ്ടി വന്നത് ഡോക്ടറുടെ വാദങ്ങൾ ശരിവെക്കുന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് 1100 കോടി രൂപയിലധികം നൽകാനുണ്ട്. ഇത് കാരണം മരുന്ന് വിതരണം നിലയ്ക്കുകയും വില 30% വർദ്ധിക്കുകയും ചെയ്തുവെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്ലേറ്റ് മാറ്റി. ആരോഗ്യമന്ത്രിയുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം മുഴുവൻ ഇപ്പോൾ ഡോക്ടറുടെ തലയിൽ കെട്ടിവെക്കുകയാണ് മുഖ്യമന്ത്രിയും. ഇനി ഒരു ഡോക്ടർമാരും ഹാരിസിനെ പോലെ സത്യം വിളിച്ചു പറയരുത് എന്ന തിട്ടൂരമാണ് പിണറായിക്കുള്ളത്. എന്നാൽ പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകാത്ത ഹാരിസ് പിണറായിയെയും ചൊടിപ്പിക്കുന്നു. ഉപകരണക്ഷാമം ഇല്ലെന്ന കാര്യം കൃത്യസമയത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു. ഇതിനിടെ കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ഉപകരണം വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അയച്ച കത്തിലെ വിവരങ്ങളും പുറത്തുവന്നു. ഉപകരണക്ഷാമമുണ്ടെന്ന് അറിയിച്ചില്ല എന്ന അധികൃതരുടെ വാദമാണ് ഇതോടെ പൊളിഞ്ഞടുങ്ങിയത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചിട്ടും വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തത് എന്നറിയില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവിക നടപടിയെന്നാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അന്ന് ഹാരിസ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പ്രതികരിച്ചത് ഒന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നും മുഖ്യമന്ത്രി വിമർശിച്ചത്. കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറേ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആരും അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ട്. അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും. നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ല എന്ന് സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണിപ്പോൾ അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിനകത്തും പുറത്തും പരക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. അത് യാദൃശ്ചികമായി ഉണ്ടായതല്ല, ബോധപൂർവമായ ഇടപെടലിലൂടെ ഉണ്ടായതാണ്. ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയുമായ സ്ഥിതിക്ക് ഇപ്പോൾ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. അതിന് കേന്ദ്രീകരിക്കുന്നത് മെഡിക്കൽ കോളേജുകളെയാണ് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്ന് പൊതുവിൽ അഭിപ്രായം വന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. തെറ്റായ ചിത്രമാണ് അവർ ഒരു വിഭാഗം ജനങ്ങളിലേക്കെങ്കിലും എത്തിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല. ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചത്. മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ച ഈ വാദങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഉപകരണങ്ങളില്ല എന്ന് ഒരു കുറിയല്ല, പല കുറി അദ്ദേഹം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല? അദ്ദേഹം പരാതിപ്പെട്ടതിന്റെ എല്ലാ തെളിവുകളും അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒടുക്കം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് താൻ നിശ്ചയിച്ചു വെച്ചിരുന്ന ശസ്ത്രക്രിയ പോലും നടക്കാതെ വന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞത് സഹി കെട്ടിട്ടാണ്. അത് സർക്കാരിന്റെ പിഴവ് തന്നെയാണ് അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഒരു ഡോക്ടറെ കൊണ്ടെത്തിച്ചത്. അല്ലാതെ കുറ്റം മുഴുവൻ ആ മനുഷ്യന്റെ തലയിലിട്ടിട്ട് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തടി തപ്പാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഹാരിസിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കുമിള പോലെയാണ് പൊട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നുള്ളത് ബോധ്യപ്പെട്ടതോടെയാണ് വീണ ജോർജിനെതിരെ ജനങ്ങൾ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.